കൃഷ്ണമോൾ അലീനയെ വിളിക്കുന്നുണ്ട്. ചേച്ചി, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലാ. എന്തു പറ്റി മോളെ? അച്ഛനെന്തെങ്കിലും? അതെ, അച്ഛൻ ഇന്നലെ രാത്രി കുഴഞ്ഞു വീണു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ രോഹിത്തൻ കാറെടുത്തു. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. സിറ്റി ഹോസ്പിറ്റലാ ഇപ്പോൾ ഉള്ളത്. ഗോവർദ്ധനങ്ങളും അതുപോലെ സുലോചനാൻ്റെയും പിന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. മോളെ, അച്ഛൻ എന്ത് പറ്റിയെന്ന് പറ. അത് പ്രഷർ ഷൂട്ടപ്പായതാണ്. ഇപ്പോൾ കുഴപ്പമില്ല, ബോധം വന്നു എന്ന് പറയുന്നുണ്ട്. പ്രഷർ കൂടാൻ മാത്രം അവിടെ എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കുമ്പോൾ ഭവദേവച്ചിയായിട്ട് അമ്മ ഇന്നലെ അടിയുണ്ടാക്കിയല്ലോ, അതിൻ്റെ പിന്നാലെ തന്നെ അമ്മ ചോറ് വലിച്ചെറിയുകയും അങ്ങനെ വലിയ പ്രശ്നമൊക്കെ ആയിരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ അച്ഛൻ വല്ലാണ്ട് വിഷമത്തിലായിരുന്നു. അച്ഛന് മറുപടി ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ, എല്ലാം ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുക. ചേച്ചി ഒന്നും പറയരുതെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടായിരിക്കും പാപം ഒന്നും പറഞ്ഞില്ല. വല്ലാണ്ട് മാനസികാവസ്ഥയിലായിരുന്നു അച്ഛൻ രാത്രി മുറിയിലേക്ക് പോയി. അങ്ങനെ ഗുളിക എടുത്തു കൊടുക്കാൻ ഞാനും ചെന്നതാ. ഗുളിക കഴിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ എന്തോ പോലെ വരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ മയക്കം വന്ന് വീഴായിരുന്നു. രോഹിത്തേട്ടനും ഞാനും ഭവതേച്ചിയും കൂടെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അല്ല, അപ്പോൾ അമ്മ വന്നില്ലേ? ഇല്ല, അമ്മ വന്നില്ല. പിന്നാലെ തന്നെ ഗോവർദ്ധനങ്ങളെ വിളിച്ച് കാര്യം അറിയിച്ചു. ഗോവർദ്ധനങ്ങളും മനുവേട്ടനും അതുപോലെ സുലോചനാൻ്റെയും കൂടി ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ വന്നു. എന്നിട്ടും അമ്മ വന്നില്ലേ? ഇല്ല, അമ്മ വന്നില്ലേ ചേച്ചി. ഞങ്ങളിവിടെ ഹോസ്പിറ്റലുണ്ട്. അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ചേച്ചി വരുമോ? ഞാൻ എത്രയും പെട്ടെന്ന് വരാം. ഇവിടുന്ന് ഇത്രയും ദൂരം ഇല്ല മോളെ. നിങ്ങൾക്ക് രാത്രി തന്നെ ഒന്ന് വിളിച്ചിടായിരുന്നോ? ഇത്ര നേരം കാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? രാവിലെ ആയില്ലേ? രാത്രി വിളിച്ചാൽ ചേച്ചി പേടിച്ചു പോകും, ഓടിപ്പിടിച്ച് ഇങ്ങോട്ടേക്ക് വരും. അത് പേടിച്ചിട്ടാ പറയാതിരുന്നത്. അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അച്ഛൻ തിരിച്ച് വീട്ടിലേക്ക് പോകും എന്ന് പറയുന്നുണ്ട്. ഇന്ന് തന്നെ ഡിസ്ചാർജ് ആക്കാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കാണ്. മനു ചോദിക്കുന്നുണ്ട്, ആരാ മോളെ, അലീനയാണോ? അതേ ഏട്ടാ. ആ ചേച്ചിയെ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് മതി ചേച്ചിക്ക് പിണക്കം. അച്ഛനെന്ന് വെച്ചാൽ ചേച്ചിക്ക് ജീവനാ. അച്ഛൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് മതി പിണങ്ങാൻ എന്ന് പറയുന്നുണ്ട്. എങ്കിലും ആൻറ്റി ഒന്ന് വന്നുകൂടിയില്ലല്ലോ. എന്ത് ചെയ്യാനാ മനുവേട്ടാ? സ്വന്തം ഭർത്താവാണെന്നുള്ള തോന്നലെങ്കിലും വേണ്ടേ? അമ്മയ്ക്കമ്മയുടെ വാശി, ദേഷ്യം, അമ്മ കാരണമാണല്ലോ അച്ഛനിങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇവിടെ വന്നാൽ നമ്മളാരെങ്കിലും കുറ്റപ്പെടുത്തല്ലേ? അതൊക്കെ ഓർത്തിട്ടായിരിക്കാം. അങ്ങനെ അലീന സ്റ്റാൻലിയോട് തൻ്റെ അച്ഛന് സുഖമില്ല, ഇതുപോലെ പ്രഷർ കൂടിയിട്ട് ഹോസ്പിറ്റലാണ്, തനിക്ക് എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറയുന്നുണ്ട്. സ്റ്റാൻലി പറയാണ്, എനിക്കിന്ന് അത്യാവശ്യമായിട്ട് തോട്ടത്തിൽ വരെ പോകണം, അതുകൊണ്ട് എനിക്ക് വരാനാവില്ല. നീ ബൈജുവിനെയും കൂട്ടി പോയിക്കളാവെന്ന് ചോദിക്കുമ്പം മതി അച്ഛാ, അത് മതി, എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം, എത്രയും പെട്ടെന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ എത്തണം, അച്ഛനെ കാണണം എന്ന് പറയാണ്. അങ്ങനെ ബൈജു വന്ന് അലീനയും കൂട്ടിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. 2 മണിക്കൂറിന് ശേഷം അലീന ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അപ്പോഴും അവിടെ മനുവും രോഹിത്തും ബബിതയും കൃഷ്ണമോളും പിന്നെ ഗോവർദ്ധനും ഭാര്യയും മാത്രമേ ഉള്ളൂ. വായിജ അപ്പോഴും എത്തിയിട്ടില്ല. അങ്ങോട്ടേക്ക് വന്നിട്ട് കൃഷ്ണമോളോട് അച്ഛൻ എവിടെ എന്ന് ചോദിക്കാണ്. മറ്റാരോടും ഒരു വാക്കുപോലും സംസാരിക്കാതെ നേരെ അലീന ഓടുന്നത് അങ്ങോട്ടേക്കാണ്, ബാലന്റെ അടുത്തേക്ക്. ഐസിയുവിൽ നിന്നും റൂമിലേക്ക് ബാലനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ബാലനെ അവിടെ ഡോക്ടർ നോയിക്കൊണ്ടിരിക്കുകയാണ്. അകത്തേക്ക് കയറി വന്ന അലീന, അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് അച്ഛാ എന്നും പറഞ്ഞ് വെപ്രാളം പിടിക്കുകയാണ്. ഡോക്ടർ ശർമ്മ പറയുന്നുണ്ട്, അലീന പേടിക്കാനൊന്നുമില്ല, പ്രഷർ ഇച്ചിരി കൂടിപ്പോയതാ, ഇപ്പം നോർമലാ, താൻ പേടിക്കൊന്നും വേണ്ട. ദേ കുറച്ച് കഴിയുമ്പം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോവാണ്. ഈ സമയം അലീന വന്ന്, അച്ഛൻ എങ്ങനെയുണ്ട് കേട്ടപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. പപ്പ വന്നില്ല, പകരം ബൈജുവിനെ കൂട്ടി എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. അച്ഛൻ എന്താ അച്ഛാ പറ്റിയത് എന്നും പറഞ്ഞുകൊണ്ട് ആ കൈകളിൽ പിടിക്കുകയാണ്. മുഖത്തും തലയിലൊക്കെ തലോടുന്നുണ്ട്. എൻ്റെ അച്ഛൻ എന്താ പറ്റിയത്? മോളെ പേടിക്കാനൊന്നുമില്ല, എനിക്ക് കുറച്ച് പ്രഷർ കൂടി പോയതാ, പ്രായമായില്ലേ, മനുഷ്യനല്ലേ, അങ്ങനെ പലതും ഉണ്ടായെന്ന് വരാം, അതിനൊക്കെ മോളിങ്ങനെ വെപ്രാളം പിടിച്ചാലോ? സാരമില്ലടോ എന്ന് പറയുമ്പം, അല്ല ഞാൻ അറിഞ്ഞു, കൃഷ്ണ എന്നെ എന്നാൽ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു, മേഡം അവിടെ കാണിച്ചു കൂട്ടിയ സാഹസമൊക്കെ എന്നെ വിളിച്ചറിയിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോഴല്ലേ എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മേഡം കാരണമാ എല്ലാം ഉണ്ടായത്, എനിക്കറിയാം. അച്ഛൻ മനഃപൂർവ്വം പറയാത്തതല്ലേ? അല്ലടോ, ഒന്നുമില്ല, ഇന്ന് തന്നെ ഡിസ്ചാർജ് ആവാന്ന് പറഞ്ഞില്ലേ. പിന്നെ നിന്റെ മനു പുറത്ത് നിൽപ്പുണ്ട്, നീ വിളിക്കാത്തതിലും കാണാത്തതിലൊക്കെ നല്ല ദേഷ്യമുണ്ട്. ആര് പറഞ്ഞു? എല്ലാ ദിവസവും ഞാൻ വിളിക്കാറുണ്ട് രാത്രിയിൽ. എത്ര മിനിറ്റ്? ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് ആണോ ഒരു കാമുകനെ വിളിക്കണ്ടേ? കാമുകനോ? ഒന്ന് പോവച്ചാന്ന്. അപ്പോൾ അച്ഛൻ ഓക്കെ ആയല്ലേ എന്ന് ചോദിക്കാണ്. പിന്നെ അല്ലാണ്ട് നീ പോയിട്ട് നിന്റെ മകനോട് സംസാരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ പുറത്തേക്ക് അയക്കാണ്. അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, എന്തു പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, ഓക്കെയാ, എന്നോട് തമാശയൊക്കെ പറഞ്ഞു എന്നെ ഒന്ന് കൂളാക്കാനായിട്ട്. ഞങ്ങൾ കയറി കാണട്ടെ, അതിനെന്താ, ഒരു കുഴപ്പമില്ല, ഇന്നലെ ഡിസ്ചാർജ് ആക്കാന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. ഡോക്ടർ പോയല്ലോ എന്ന് പറയാണ്.
അങ്ങനെ മാനുവിനടുത്തേക്ക് അലീന വരുന്നുണ്ട്. കൃഷ്ണമോളും അവിടെ നിൽക്കാണ്. കൃഷ്ണയോട് അല്ല ചോദിക്കാണ്, അത്രയ്ക്ക് സീരിയസ് ഇഷ്യൂ ആയിരുന്നോ? അതെ, വൈകുന്നേരം ബബിചേച്ചിയായിട്ട് വഴക്കൊണ്ടതിന് ശേഷം മനുവേട്ടൻ വന്നിരുന്നല്ലോ. ആ സമയത്ത് മനുവേട്ടൻ ഇങ്ങനെ അല്ല ചേച്ചിയെ പറ്റി എന്തോ പറഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ വലിച്ചെറിയൊക്കെ ചെയ്തു. ആ സമയത്ത് അച്ഛനൊന്ന് കൺട്രോൾ ചെയ്തിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടായേനെ. ഇന്നലത്തോടുകൂടി എല്ലാം അവസാനിച്ചേനെ. എല്ലാം മനസ്സിൽ അച്ഛൻ കൊണ്ടു നടന്നിട്ടാന്ന് തോന്നുന്നു അച്ഛന് പെട്ടെന്ന് തന്നെ പ്രഷർ കയറിയത് എന്ന് പറയാണ്. മനുവിനോട് അലീന പറയുന്നുണ്ട്, മനുവേട്ടാ ഇതിനെന്താ ഒരു പരിഹാരം? ഒരു രക്ഷയില്ലല്ലോ ഈ മേടത്തെ കൊണ്ട്. എൻ്റെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞാൽ പിന്നെ ഞാൻ അടങ്ങിയിരിക്കില്ല. പിന്നെ കൃഷ്ണമോളെ നിന്റെ അമ്മയാണെന്നും ഞാൻ കരുതില്ല, എൻ്റെ മാത്രമല്ല ചേച്ചിയുടെയും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ക്യാൻറ്റീനിലേക്ക് പോയ രോഹിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് അല്ല ചേച്ചി ചായ. ഇത്രയും ദൂരം വണ്ടി യാത്ര ചെയ്ത് വന്നതല്ലേ? നല്ല പരവേശം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛനെ കാണണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വണ്ടി എവിടെ നിർത്തിയില്ല. ആളോട് ഭയങ്കര സ്പീഡിൽ പോകാൻ പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയ ഇത്രയും പെട്ടെന്ന് എത്തിയത് എന്ന് പറയാണ്. മനു ചോദിക്കുന്നുണ്ട്, അല്ല ലീന അവിടെ ഇപ്പോൾ എങ്ങനെയുണ്ട്? അവിടെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാ. പിന്നെ അവിടുത്തെ പപ്പയുടെ ഭാര്യയും മക്കളും എല്ലാവരും പ്രശ്നത്തിലൊക്കെയാണ്. അതെല്ലാം സോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അലീന മനുവിനോട് സംസാരിച്ചു നിൽക്കുകയാണ്. രോഹിത് പെട്ടെന്ന് കൃഷ്ണയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മാറിപ്പോകുന്നുണ്ട്, ഇവർക്കൊരു പ്രൈവസിക്ക് വേണ്ടി. മനു ചോദിക്കുകയാണ്, നീ എന്നെ ഇവ പഴയതുപോലെ വിളിക്കാറേ ഇല്ലല്ലോ. എന്താ മനുവേട്ടായത്? ഞാൻ വിളിക്കാറൊക്കെ ഉണ്ടല്ലോ. രാത്രിയിൽ എന്നും വിളിക്കാറില്ലേ? ആ പിന്നെ വിളിക്കാറുണ്ട്. 10 മിനിറ്റ്, അതാണല്ലോ നിന്റെ വിളിയുടെ ദൈർഘ്യം. അല്ല മനുവേട്ടാ, അവിടെ പപ്പ കാണുമ്പം എന്തേലും മോശമായിട്ട് കരുതണ്ട. പപ്പ കണ്ടാലെന്താ? നീ പപ്പയോടെ നേരത്തെ പറഞ്ഞു വെച്ചേക്ക്, ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണെന്ന്. വല്ല നസാണിച്ചിക്കനെ കൊണ്ട് മുമ്പേ നിർത്തിയിട്ടെ കെട്ടാൻ പറ എന്ത് ചെയ്യും? ഞാൻ കേട്ടും അത്ര തന്നെ. അമ്പടി എങ്കിലേ നിന്നെ വെച്ചേക്കില്ല എന്ന് മനു പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ഡോക്ടർ വന്നിട്ട് ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി ബില്ലെല്ലാം പേ ചെയ്തോ എന്ന് പറയാണ്. അപ്പോഴേക്കും മനു അങ്ങോട്ടേക്ക് നീങ്ങി വരുമ്പോഴേക്കും ഗോവർദ്ധൻ പറയുന്നുണ്ട്, മോനെ നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം എല്ലാം, ഞാനിവിടെ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവർദ്ധൻ പോയി ബില്ലെല്ലാം സെറ്റ് ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കാണ്. മനുവിൻ്റെ വണ്ടിയിൽ കൃഷ്ണമോളും രോഹിത്തും കയറാണ്. അതുപോലെ ഗോവർദ്ധൻ്റെ വണ്ടിയിലോട്ട് അലീനയും അതുപോലെ ബാലേന്ദ്രനെയും സുലോചനയും കയറുകയാണ്. അങ്ങനെ 2 വണ്ടിയും നേരെ കടപ്പാട്ടൂരേക്ക് പോകുന്നുണ്ട്, നെടുമ്പുരക്കൽ വീട്ടിലേക്ക്. അങ്ങനെ അവിടെ ചെന്ന് ഓണടിക്കുമ്പോൾ വൈജു വന്ന് ഡോറ് തുറക്കാണ്. ഡോറ് തുറക്കുമ്പോഴേക്കും വൈജു മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മനുവിൻ്റെ കാലിൽ നിന്നും രോഹിത്തും അതുപോലെ ബബിതയും കൃഷ്ണമോളും ഇറങ്ങി വരുന്നത് അവളെ കാണുകയാണ്. രണ്ടാമത്തെ വണ്ടിയിൽ നിന്നും സുലോചനയും ഗോവർദ്ധനും ബാലേന്ദ്രനെ സുലോചന ഇറങ്ങി പിടിക്കുന്നത് കണ്ട് അവളിങ്ങനെ നോക്കി നിൽക്കുകയാണ് ക്ഷമയോടെ. അതേ സമയത്ത് അപ്പുറത്തെ ഡോറിൽ നിന്നും അലീന ഇറങ്ങി വന്ന് ബാലേന്ദ്രനെ പിടിക്കുന്നത് കാണുമ്പോഴേക്കും നമ്മുടെ വൈജയുടെ സർവ്വ റിലേയും പോവാണ്. താൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ച ആളാ ദേ കയറി വന്നിരിക്കുന്നത്. പിന്നെയും അവള് അങ്ങ് രോഷാകുലയായി നിൽക്കാണ്. അടി മുതൽ മുടി വരെ പേർത്ത് കീറുന്നുണ്ട്. അവളെ കണ്ടപാടെ അവക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല. ഈ വീട്ടുമുറ്റത്ത് അവളെ കാലത്ത് സമ്മതിക്കില്ലെന്ന് ഞാൻ പറഞ്ഞതാ. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ പോകുമെന്നും പറഞ്ഞതാ. അതിനൊരു മാറ്റമില്ല എന്നൊക്കെ വൈജ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണേ. പുറകെ തന്നെ ബൈജുവിൻ്റെ വണ്ടി വരുന്നുണ്ട്. അലീന വിളിച്ച് സ്റ്റാൻലിയോട്, പപ്പ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പം, നീ പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ പപ്പ? പ്ലീസ്, അച്ഛനെ കൊണ്ടുവന്നല്ലേ ഉള്ളൂ, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം. ആ ശരി ശരി എന്ന് സ്റ്റാൻലി വലിയ ഇഷ്ടത്തോടെ അല്ലാതെ പറയുന്നുണ്ട്. ബൈജുവിനെ അങ്ങനെ അലീന തിരിച്ചയക്കാണ്. അങ്ങനെ അലീന അച്ഛനെ താങ്ങി പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോഴേക്കും വൈജ അവളുടെ കൈ ഇങ്ങനെ ക്രോസ് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എങ്ങോട്ടാടി നീ കയറുന്നത് എന്ന് ചോദിക്കുമ്പം മേഡത്തിന് കണ്ണ് കാണില്ലേ അകത്തോട്ട്. ഓഹോ, അപ്പൊ നീ തർക്കുത്തരം പറയാനും പഠിച്ചോ? വരാതെ ഇറങ്ങടി ഇവിടുന്ന്. നിന്നെ ഇവിടെ ആർക്കും ആവശ്യമില്ല. എന്നെ ഇവിടെ ആവശ്യമുണ്ട്, മേഡത്തിനല്ല, മേഡത്തിൻ്റെ ഭർത്താവിനും മക്കൾക്കും. അതുകൊണ്ട് 2 ദിവസം ഞാൻ ഇവിടെ തന്നെ കാണും. മേഡം ഉടക്കാൻ വരല്ലേ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് ഒരു ഭീഷണി സ്വരത്തിൽ പറയുമ്പോഴേക്കും വൈജ പെട്ടെന്ന് കൈ മാറ്റുകയാണ്. അങ്ങനെ ബാലേന്ദ്രനും അലീനയും സുലോചനയും ഗോവർദ്ധനും പിന്നെ മനുവും കൃഷ്ണയും ബബിതയും എല്ലാവരും കൂടി അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ കയറി ഹാളിലെ സോഫയിൽ ബാലേന്ദ്രനെ കൊണ്ട് ഇരുത്തുന്നുണ്ട്. അച്ഛനിപ്പോൾ ഓക്കെ അല്ലേ എന്ന് അലീന ചോദിക്കുകയാണ്. വൈജ അലീനെ തന്നെ അടിമുടി നോക്കി നിൽക്കുകയാണ്. ഇവിടുന്ന് പോയപ്പോൾ ഉള്ളതുപോലല്ല. അന്ന് ഒരു കുരിശുമാലയും കാതിലൊരു
സ്റ്റഡും ഒരു പഴകിയ ചുരിദാറും മാത്രമിട്ട് നടന്നവളാ. ഇപ്പോൾ വില കൂടിയ ചുരിദാറ്, കാതിൽ സ്വർണ്ണ കമ്മല്, മാല, വള, ചെയിൻ, കൊലുസ്, അങ്ങനെ മൊത്തത്തിൽ അടിമുടി മാറിയിരിക്കുന്നു. വലിയൊരു പണക്കാരൻ്റെ മകളാണെന്നേ കണ്ടാൽ തോന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വൈജി അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അച്ഛൻ എന്താ കഴിക്കാൻ വേണ്ടേ? ഞാൻ ഇപ്പം തന്നെ കൊണ്ടുതരാം. എനിക്കിപ്പോൾ ഒന്നും വേണ്ട മോളെ, ഇപ്പം എനിക്കൊന്ന് കിടന്നാൽ മാത്രം മതി. എൻ്റെ മുറിയിലേക്ക് ഒന്ന് കൊണ്ടുപോയാൽ മതി എന്നും പറയാണ്. അലീനയും കൃഷ്ണയും കൂടെ പിടിക്കുമ്പോഴേക്കും വൈജി ചോദിക്കുന്നുണ്ട്, ഇവിടെ അയാളെ പിടിക്കാൻ അയാളുടെ 2 പെൺമക്കളുണ്ട്, പോരെങ്കിലോ ദേ അളിയനും പെങ്ങളും ഉണ്ട്, ഇല്ലെങ്കിൽ ഭാര്യയായി ഞാനുണ്ട്, നീ പിന്നെ എന്തിനാടി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഞാനേ അച്ഛൻ്റെ ഹോം നേഴ്സാ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ആര് പറഞ്ഞു നിന്നെ ഹോം നേഴ്സായിട്ട് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളാൻ? ആരും പറയേണ്ട കാര്യമില്ല, എൻ്റെ സ്വന്തം അച്ഛനാ, എപ്പോൾ പറഞ്ഞാൽ പോകണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് വൈജിയോട് തട്ടിക്കയറി സംസാരിച്ചുകൊണ്ട് അലീന നമ്മുടെ ബാലേന്ദ്രനെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറുന്നുണ്ട്. ബാലനതിൽ സന്തോഷമാകുന്നുണ്ട്. ഇത്രയും കാലം തിരികെ പറയാതിരുന്ന അലീന അത്രയൊക്കെ കടുപ്പിച്ച് പറഞ്ഞല്ലോ. വൈജയ്ക്കും അത് കേട്ടൊരു ഞെട്ടലുണ്ടേ. ഇത്രയും കാലം തന്നോട് അങ്ങനെ എതിർത്ത് സംസാരിക്കാത്ത അലീനയാണ് ഇപ്പം ഇങ്ങനെ സംസാരിച്ചിട്ട് പോയതെന്ന് അവൾ ഓർക്കാണ്. അങ്ങനെ അലീന മുകളിലത്തെ നിലയെ കൊണ്ടേ ബാലനെ കിടത്തുന്നുണ്ട്. അപ്പോഴേക്കും ബാലൻ ചോദിക്കാണ്, സ്റ്റാൻലി എന്ത് പറഞ്ഞു? അല്ല, ഞാൻ വിളിച്ച് 2 ദിവസം കഴിഞ്ഞ് വരുവുള്ളെന്ന് പറഞ്ഞു. 2 ദിവസമോ? അത് പറ്റില്ല, കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം. അത് പറഞ്ഞപ്പോൾ തന്നെ പപ്പ പറയാ, ഇവിടെ അതിന് ആരാ ഉള്ളത്, നീ പോയാലെന്നൊക്കെ പറഞ്ഞ് പപ്പ പറഞ്ഞോണ്ടിരിക്കുക. ഇപ്പൊ നീ ഇല്ലാതെ അയാൾക്ക് പറ്റില്ലെന്നായല്ലേ? പിന്നെ അല്ലാണ്ട് ഞാൻ സ്വന്തം മോളല്ല അച്ഛാ എന്ന് ചോദിക്കാണ്. ഓ, അപ്പൊ നീ എൻ്റെ മോളല്ലല്ലോ അല്ലേ എന്ന് പറയുമ്പം എൻ്റെ ആദ്യം ഞാൻ അച്ഛാന്ന് വിളിച്ചത് ഈ അച്ഛനെയാ, എന്നെ മോളെന്ന് വിളിച്ചത് ഈ അച്ഛനും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ സ്വന്തം പപ്പ എനിക്ക് എന്ന് പറയുന്നുണ്ട്. ഈ അച്ഛനോളം എന്നെ ആരും വേറെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അലീന ബാലേന്ദ്രനെ അലീനയും കൃഷ്ണമോളും കൂടി അവിടെ കിടത്തിയിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലാണ്. അപ്പോഴും വൈജ ദേഷ്യപ്പെട്ട് ആ സോഫയിൽ തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് സുലോചന പറയുന്നുണ്ട്, എങ്കിലും ഏട്ടത്തി ഇത് വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. ഏട്ടന് ഇത്രയും കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പോലും ചേച്ചിന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. വേറെ ആരെങ്കിലും ആണെങ്കിലോ ഒന്ന് സമ്മതിക്കോ? സ്വന്തം ഭർത്താവല്ലേ ചേച്ചി. ഞാനൊക്കെ ആണെങ്കിൽ ആ നിമിഷം തന്നെ പിന്നാലെ ഓടിയാനെ. എന്നെ സ്നേഹിക്കാത്ത ഒരാളെ എൻ്റെ ഭർത്താവാണെന്ന് പറയാൻ എനിക്ക് തീരെ താല്പര്യമില്ല. വീട്ടിലെ ജോലിക്കാരിയാണല്ലോ അയാൾ വെച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ഞാനെന്ത് പറയാനാ? അയാൾക്ക് ഇഷ്ടവും താല്പര്യമില്ല അവളെയാ. അവൾ വന്നതോടെ അയാൾ ആക്റ്റീവായത് നിങ്ങൾ കണ്ടതാണല്ലോ. പിന്നെ ഞാനെന്തിനാ അയാളുടെ പിന്നാലെ പോന്നേ? എങ്കിലും ചേച്ചി 2 അറ്റാക്ക് കഴിഞ്ഞ ആളല്ലേ, അറ്റാക്കാണോ എന്താണോന്ന് അറിയാതെ ചേച്ചി എങ്ങനെ പിടിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പം എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന് ആക്ഷേപ സ്വരത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് വൈജ അകത്തേക്ക് മുറി കയറി കഥവടയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും മനു അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആൻറ്റി, അങ്ങനാ എത്ര പറഞ്ഞാലും മാറില്ല. 12 കൊല്ലം പട്ടിയുടെ വല്ല കുടലിട്ടാലും ഒരു മാറ്റം ഉണ്ടാവില്ലല്ലോ. അതാണ് ആന്റിയുടെ കാര്യത്തിൽ എന്ന് മനു പറയാണ്. അലീന അപ്പോഴേക്കും അടുക്കളയ്ക്ക് പോയി നോക്കുന്നുണ്ട്. താൻ അടുക്കി വെച്ചിട്ട് പോയതും ചിട്ടയാക്കി വെച്ചിട്ട് പോയതും ഒക്കെ ആകെപ്പാടെ മാറ്റം വരുത്തിയിട്ടുണ്ട്. എല്ലാം തൻ്റെ കയ്യെത്താത്ത രീതിയിൽ എല്ലാം മാറ്റിമറിച്ച് വെച്ചിരിക്കുന്നു. കൃഷ്ണ പറയാണ്, ചേച്ചി വെച്ച രീതിക്ക് ഒന്നും ആവരുതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേ അമ്മ എല്ലാം മാറ്റിമറിച്ച് വെച്ചതാ. പിന്നെ ഇവിടെ ഒരു സെർവൻ്റ് ഉണ്ട്, അവരെവിടെ? ഇന്ന് ലീവ് അയച്ചി എന്ന് പറയാണ്. അങ്ങനെ അലീന കൃഷ്ണയുടെ സഹായത്തോട് കൂടിയിട്ട് അകത്ത് കയറി ചായ വെക്കുന്നുണ്ട്. ചായ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുകയാണ്. ബബിതയും രോഹിത്തും എല്ലാം ഉണ്ട്. ബബിതയോടെല്ലാം ചോദിക്കുന്നുണ്ട്, നീ എന്നാ കോളേജിലേക്ക് പോണേ? 2 ദിവസത്തെ ലീവിന് വന്ന ചേച്ചി, അപ്പോഴാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഞാൻ നാളെ തന്നെ തിരികെ പോകും എന്ന് പറയാണ്. എന്തായാലും ഇങ്ങനെയാണെങ്കിലും ചേച്ചി എന്ന് കാണാൻ പറ്റിയല്ലോ, ഒത്തിരി സന്തോഷമായി. അങ്ങനെ കൃഷ്ണയും ബബിതയും അലീനയുടെ അപ്പുറം ഇപ്പുറം ഇരിക്കുകയാണ് കേട്ടോ. 2 പേരും 2 കൈയിലും പിടിച്ചിട്ടുണ്ട്. അവർക്ക് വലിയ സന്തോഷമായി അലീന വന്നേല്. ചേച്ചിനെ ഇപ്പം കാണാൻ നല്ല സുന്ദരിയാട്ടോ കൃഷ്ണ പറയുന്നുണ്ട്. ഇവിടെ വന്നപ്പം അസലിൽ ജോലിക്കാരിയായിരുന്നല്ലോ, ഇപ്പോൾ ഒരു രാജകുമാരിയെ പോലെ ഉണ്ട്. നീ പോടി, അങ്ങനെയൊന്നും തള്ളണ്ട. സുലോചന പറയാണ്, അല്ല ഇവർ പറഞ്ഞത് ശരിയാ, മോളുടെ സ്വന്തം അപ്പയുടെ അടുത്തേക്ക് പോയെന്നൊക്കെ പറഞ്ഞു, ശരിയാണോ? അതെ, എൻ്റെ സ്വന്തം അപ്പയത് എന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഈ സംസാരങ്ങൾ അകത്തിരുന്നുകൊണ്ട് വൈജ കേൾക്കാണ്. സുലോചന പറയുന്നുണ്ട്, എന്താ ആളുടെ പേര്? അത് പിന്നെ അത് ജോസഫ് എന്നാണോ? അതെ, ജോസഫ് എന്നാ പേര്. എന്തു ചെയ്യാം, ആളൊരു മിലിറ്ററിക്കാരനാ എന്ന് പറയുമ്പം വൈജയ്ക്ക് എന്തൊക്കെയൊരു പന്തികേട് തോന്നുന്നുണ്ട്. പക്ഷെ സ്റ്റാൻലി എന്ന് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് തന്നെ വൈജ അതങ്ങ് വിഷയം വിടുകയാണേ. എന്താ അയാളുടെ ജോലി? ഇപ്പം അവിടെ റബ്ബർ എസ്റ്റേറ്റാ. അവിടെ തന്നെ ഒരു ബംഗ്ലാവും ഉണ്ട്, അവിടെ തന്നെ താമസിക്കാം. ഇപ്പോൾ മോൾക്ക് സമാധാനമായില്ലേ? അച്ഛനും അമ്മയും ആരില്ലെന്ന് പറഞ്ഞെടുത്തുന്നല്ലേ മോൾക്ക് ഇപ്പോൾ ഒരു അച്ഛനെ കിട്ടിയത്. അമ്മ ആരാണെന്ന് മോൾക്ക് അറിയില്ലേ? ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം, പക്ഷെ എൻ്റെ അമ്മയ്ക്കറിയില്ല ഞാൻ അമ്മയുടെ മകളെന്ന്. അതുകൊണ്ട് ഞാൻ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞിട്ടില്ല.
എനിക്ക് പപ്പയെ കിട്ടിയല്ലോ അത് മതിയെന്ന് അലീന പറയുന്നുണ്ട്. മോൾ എന്നത് തിരിച്ചു പോകും, ഞാൻ എന്തായാലും 3-4 ദിവസം കാണും, അച്ഛനൊന്ന് ആക്റ്റീവായിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറയാണ്. എന്തായാലും മോള് പോയതോടെ ചിലർക്കൊക്കെ ഇവിടെ ആശ്വാസമായിട്ടിരിക്കാം. മോള് പോയതോടുകൂടി ഇവിടുത്തെ ജീവിതം ആകപ്പാട് താറുമറിഞ്ഞു. കൃഷ്ണ പറയാണ്, അതെ ചേച്ചി, ചേച്ചി പോയപ്പോൾ ഒരു സന്തോഷവും ഈ വീടിനില്ല. എപ്പോഴും മടിയും വഴക്കും പൊട്ടിത്തെറിയും തന്നെ. ഞങ്ങൾ സഹോദരങ്ങൾ പോലും ശരിക്കും മിണ്ടാറ് പോലും ഇല്ലാതായി. ബബിതേച്ചി ഹോസ്റ്റലില്, രോഹിത്തേട്ടന് ഹോസ്റ്റലില്, അവർ ആഴ്ചയിൽ ഒരിക്കലേ വരുള്ളൂ. ഞാനിവിടെ ഒറ്റപ്പെട്ട് നിൽക്കുക ചേച്ചി, ചേച്ചിക്ക് ഇവിടെ നിന്നോടെ. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ മോളെ? അതിപ്പോൾ എൻ്റെ സ്വന്തം വീടായില്ലേ, ഇത് ഞാൻ ജോലിക്കുന്ന വീടല്ലേ, എനിക്കങ്ങനെ പോകാതിരിക്കാൻ പറ്റുമോ? ഇപ്പം തന്നെ പപ്പയെ വിളിച്ച് 2 ദിവസം ലീവ് ചോദിച്ചിട്ടാ ഇവിടെ നിൽക്കുന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വൈജ മനസ്സിൽ ഓർക്കുന്നുണ്ട്, സമാധാനം, 2 ദിവസം ശല്യത്തിനെ സഹിച്ചാൽ മതിയല്ലോ, അപ്പോഴേക്കും പൊയ്ക്കോളുമല്ലോ എന്ന് ഓർക്കാണ്. ശിവനും കമലയും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ബാലേന്ദ്രന് സുഖമില്ലെന്ന വാർത്ത അറിഞ്ഞ് അവിടേക്ക് വരുമ്പോഴേക്കും ഗോവർദ്ധനെ കാണാണ്. ആഹാ ഗോവർദ്ധ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, ഞാൻ ഇന്നലെ രാത്രി തന്നെ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോഴേക്കും മനുവിനോട്, നീ എപ്പോഴാണ് ചെന്നത്? ഞാൻ ഇന്നലെ രാത്രി തന്നെ അങ്ങോട്ടേക്ക് ചെന്നായിരുന്നു അച്ഛാ. ആ, ഇപ്പം അവൻ എങ്ങനെയുണ്ട്? ബാലന് കുഴപ്പമില്ല, പ്രഷർ കൂടിപ്പോയതാ എന്ന് പറയുന്നുണ്ട്. കമല പറയാണ്, അല്ല വൈജി എവിടെ? വൈജി ആൻറ്റി മുറിയിൽ തന്നെയുണ്ട്, ഇവിടെ തന്നെയായിരുന്നു. ഭർത്താവിനത്ര സീരിയസ് ആയിട്ട് കൊണ്ടുപോയിട്ട് പോലും ഒന്ന് അനങ്ങിയിട്ട് പോലും ഇല്ല അച്ഛൻ്റെ പെങ്ങള് എന്ന് പറയാണ്. കമല പറയാണ്, അത് പിന്നെ എന്ന് പറയുമ്പോഴായിരിക്കും അലീനയെ കാണുന്നത്. ഇവളെപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്? അലീന രാവിലെ വന്നുവെന്ന് മനു പറയാണ്. വെറുതെ അല്ല നീ ഇവിടെ ചുറ്റപ്പെട്ട് നിൽക്കുന്നത്, അവളെ കണ്ടതുകൊണ്ടായിരിക്കും. അവളുടെ വേഷവിധാനങ്ങളും അവളുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ കണ്ട് കണ്ണുതള്ളി നിൽക്കാണ് കമല. ഇവൾക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് കമല കരുതിയില്ല. ഇവിടെ വന്നപ്പോൾ ഒരു ജോലിക്കാരിയായിരുന്നല്ലോ, അവിടെ ഇപ്പം അവള് ആ വീട് ഉടമസ്ഥയല്ലേ എന്ന് കമല ഓർക്കാണ്. അലീനയുടെ അടുത്തേക്ക് കമല ചെല്ലുന്നുണ്ട്. നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്ന് കയറിയത്? അപ്പോഴേക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് അലീന പറയുന്നുണ്ട്, അത് ചോദിക്കാൻ ആന്റിക്ക് എന്താ അധികാരം? ഈ വീട് ആന്റിയുടേതല്ലല്ലോ, ഇത് എൻ്റെ അച്ഛൻ ബാലേന്ദ്രൻ്റെ വീടാ. അവിടെ ആര് വരണം പോണോന്ന് അച്ഛൻ തീരുമാനിക്കും. അതില് കമലയാന്റി വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അലീന അങ്ങനെ പറഞ്ഞത് കമലയ്ക്ക് ഒരു ഞെട്ടലായിരുന്നു കേട്ടോ. ഇതുവരേക്കും എന്നോട് അങ്ങനെ സംസാരിക്കാത്ത അലീനയാണ് അങ്ങനെ സംസാരിച്ചിരിക്കുന്നത്. അത് കേട്ട് കമല ഒന്ന് ഞെട്ടി പിന്നോട്ട് മാറി നിൽക്കുന്നുണ്ട്. ശിവൻ ചോദിക്കാണ്, കിട്ടാനുള്ളതെല്ലാം കിട്ടിയില്ലേ, ഇനി അവിടെ കാണാൻ മൂലയ്ക്ക് പോയി ഇരിക്കുക എന്ന് പറയുമ്പോഴേക്കും അലീനനെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് കമല നേരെ വൈജയുടെ മുറിലേക്ക് ചെല്ലാണ്. എന്താ വൈജി ഇത്? അവളെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് കേട്ടില്ലെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് അവളോട് കയറി വന്നിരിക്കുന്നതോ? എൻ്റെ കമലെടുത്തി ഒന്നും പറയണ്ട. നാശം, അയാൾക്ക് വയ്യെന്നറിഞ്ഞപ്പോളേ ഓടിച്ചാടി ഇങ്ങോട്ടേക്ക് പോന്നു. എങ്ങനെ വരാൻ നോക്കിയിരിക്കുകയായിരുന്നു അവള്. ഇനി അവള് പോവില്ലേ? പോകുന്നൊക്കെയാ പറഞ്ഞ്. അവളുടെ സ്വന്തം തന്തയുടെ വീട്ടിലാണല്ലോ ഇപ്പൊ താമസിക്കുന്നത്. അയാൾ പറഞ്ഞോന്ന് 2 ദിവസം ലീവ് കൊടുത്തേക്കാന്ന് അവക്ക്. അതിനിപ്പുറം അവളെ ചെല്ലണമെന്ന്. ശരിക്കും സ്വന്തം തന്ത തന്നെയാണോ? ആണെന്നൊക്കെയാ പറച്ചില്. നമുക്കെങ്ങനെ അറിയാം? ഇനി ഇവിടെ പറഞ്ഞതുപോലെ വല്ല തന്തയാണെന്നോ ആർക്കറിയാം? അവസാന നിമിഷം എല്ലാം അറിയുമായിരിക്കും അവർ തമ്മിൽ യാതൊരു ബന്ധമില്ലാന്ന് എന്നിങ്ങനെ വൈജി പറയാണ്. ആർക്കറിയാം ഇവളുമാരെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗോവർദ്ധനും സുലോചനയും കൂടിയിട്ട് ബാലിനോട് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണയും ബബിതയാണെങ്കിലോ അന്ന് വൈകുന്നേരം തന്നെ ഹോസ്റ്റലിലേക്ക് മടങ്ങിപ്പോവാണ്. രോഹിത്താണ് കേട്ടോ അവളെ കൊണ്ടുപോകണത്. അവളെ കൊണ്ട് ഹോസ്റ്റലിലാക്കിയിട്ട് അവൻ്റെ ഹോസ്റ്റലിലേക്ക് അവനും പോകുന്നുണ്ട്. മനുവും കൃഷ്ണമോളും അവിടെ തന്നെ ഉണ്ട്. മനുവിനോട് അലീന പറയുന്നുണ്ട്, മനുവേട്ടൻ ഇനി പൊയ്ക്കോ, ഇനി ഞങ്ങളിവിടെ ഉണ്ടല്ലോ, ഞാനിപ്പോൾ പോകേണ്ടത് നിനക്ക് ധൃതിയായി പോയോ? അയ്യോ അങ്ങനെ പറഞ്ഞല്ല, എത്ര കാലം കൂടിയാ നിന്നെ ഒന്ന് കണ്ടത്? 5-6 മാസം ആയില്ലേ കണ്ടിട്ട്. നിന്നെ വന്ന് ഇതുപോലെ കാണാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും കൃഷ്ണ പറയാണ്, ഞാൻ സ്വർഗത്തിലെ കട്ടറുപായോ, പോടി ഒന്ന് അവിടെ നിന്ന് എന്നും പറഞ്ഞ് അലീനെ വഴക്ക് പറയുന്നുണ്ട്. ഞാനേ പോയി ചായ എടുക്കാം എന്നും പറഞ്ഞ് നൈസായിട്ട് ഇവിടെ നിന്ന് മുങ്ങാണ്. പാതി കഥക് തുറന്ന് വൈജ ഇവരെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീനയുടെ കൈ പിടിച്ച് തൻ്റെ കൈക്കാക്കിയിട്ട് മനു പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പോയ പിന്നെ എനിക്കൊരു സമാധാനമില്ല. എന്തോ കളഞ്ഞു പോയതുപോലെ, എനിക്ക് ഇഷ്ടപ്പെട്ട ആരോ ഇനി നകന്നു പോയതുപോലെ വല്ലായ്മയായിരുന്നു എനിക്ക് എന്ന് പറയുമ്പം, അതൊക്കെ ഇപ്പം മാറിയില്ലേ മനുവേട്ടാ, ഞാനിപ്പം എൻ്റെ പപ്പയുടെ കൂടെയല്ലേ പിന്നെ എന്ന് പറയുമ്പം, പിന്നെ വേറൊന്നും ഇല്ല, എനിക്ക് മനസ്സിലായി, കല്യാണം കഴിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, പിന്നെ ആർക്കും ഒന്നും പറയാനാവില്ലല്ലോ എന്ന് പറയുമ്പം വൈജി പറയാണ്, എല്ലാവരെയും അവൾ മയപ്പെടുത്തി വെച്ചിരിക്കുക, നാശം പിടിച്ചവൾ എന്നും പറഞ്ഞ് മുറിക്കാത്തതിന് ഇരിക്കുകയാണേ. അങ്ങനെ കൃഷ്ണമോളും അലീനയും കൂടി വൈകിട്ട് കഞ്ഞിയും അതിനനുസരിച്ചുള്ള സാധനങ്ങളും ഡിന്നറും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മനു അവിടെ തന്നെ ഉണ്ട്. മനുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അച്ഛനുള്ള ഭക്ഷണമായിട്ട് അലീന നേരെ മുറിയിലേക്ക് പോകുന്നുണ്ട്. മനു പോയോടി? ഇല്ല മനുവേട്ടൻ പോയിട്ടില്ല അച്ഛാ. എങ്ങനെ പോകും, നീ വന്നല്ലോ. അതൊന്നും അല്ല അച്ഛാ, അതുതന്നെയാ കാരണം. നിന്നെ വിട്ടു പോവാനേ അവന് മനസ്സില്ല. നീ അവനൊരു വാക്ക് കൊടുക്ക അലീന,
അല്ല നിന്റെ പപ്പ എന്ത് പറയുന്നു? അച്ഛനും പപ്പയുടെ പപ്പയും പറഞ്ഞത് ഏതെങ്കിലും ഒരു നസ്രാണി ചേട്ടനെ നോക്കി കണ്ടെത്തണമെന്നാ എന്നെ കെട്ടിക്കാൻ. ദുബായ്ക്കാരനോ ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെ ആരെങ്കിലും. അപ്പോൾ നീ വിവാഹം കഴിക്കാൻ പോവാണോ മനുവോ? അപ്പൊ അച്ഛൻ എന്താ പറ്റിയത്? ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞു മനുവേട്ടനെ എനിക്കിഷ്ടമാണെന്ന്, മനുവേട്ടനെ വിവാഹം കഴിക്കുള്ളെന്ന്. ആഹാ, അങ്ങനെ പറഞ്ഞോ? എങ്കിലും ആ സമാധാനം നീ ഇവനോട് പറയുകയാണെങ്കിൽ അവന് സമാധാനം ആവില്ലേ? എങ്കിലും പറയാനൊക്കെ ഇല്ല അച്ഛാ. എല്ലാം വാക്കും കൊടുത്ത് അവസാനം നിരാശയിലാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ എന്ന് പറയാണ്. അങ്ങനെ അച്ഛന് കഞ്ഞിയെല്ലാം കൊടുത്ത് ഗുളിയൊക്കെ കൊടുത്തിട്ട് ഞാൻ താഴെ കാണും അച്ഛാ എന്ന് പറയുമ്പം ബാലൻ പറയാണ്, 5-6 മാസത്തിന് ശേഷം നീ വീട്ടിലേക്ക് കാലുകുത്തിയപ്പോൾ തന്നെ വീടിനെന്തോ ഒരു ഐശ്വര്യം ഉണർവും ഒക്കെ വന്നു. ഇതുവരെ ഇതുപോലെ ഇല്ലായിരുന്നു. എന്നിട്ട് ഇപ്പോൾ നീ വന്നപ്പോൾ ഒരു പ്രകാശമായി. ഞാൻ 2 ദിവസം കഴിയുമ്പം അങ്ങ് പോയില്ല അച്ഛ എന്ന് പറയുമ്പോൾ ബാലിന് വീണ്ടും സങ്കടമായി. അച്ഛൻ സങ്കടപ്പെടണ്ട, ഞാൻ പപ്പയോട് ചോദിക്കട്ടെ, കുറച്ച് ദിവസം കൂടി ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ താഴേക്ക് അലീന ഇറങ്ങി ചെല്ലുമ്പോൾ മനുവും നമ്മുടെ കൃഷ്ണയെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ അവർ 3 ആഹാരം കഴിക്കാൻ പോകും. മേഡത്തിനെ വിളിക്കാൻ കൃഷ്ണ പറയുമ്പം എൻ്റെ പൊന്നേച്ചി ഞാൻ പോയി തെറി കേൾക്കണോ എന്ന് ചോദിക്കുകയാണ്. നീ പോയി വിളിക്കെന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ബബിത കൃഷ്ണ പോയി വാതിൽ മുട്ടുമ്പം കഥ ഉറക്കാണ്. എന്താടിയും ചോദിക്കുന്നുണ്ട്. അമ്മ ആഹാരം കഴിക്കാൻ വാ. എനിക്ക് വേണ്ട, ആ നാശം പിടിച്ച ഉള്ളത്തോളം കാലം എനിക്ക് ആഹാരം വേണ്ട എന്ന് പറഞ്ഞ് വാതിൽ വലിച്ചടക്കാണ്. കൃഷ്ണ ചോദിക്കുന്നുണ്ട്, കേട്ടല്ലോ, എന്നെ കേൾപ്പിച്ചപ്പോൾ തൃപ്തിയായില്ലേ ചേച്ചിക്ക്? ഇനി കഴിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 3 ആഹാരം കഴിക്കാണ്. മേഡത്തിന് ഒരു മാറ്റം ഇല്ലല്ലോ അലീന, ഒന്നുകൂടി നീ ഒന്ന് പറഞ്ഞു നോക്കത്തില്ലായിരുന്നോ? കൃഷ്ണ പറയാണ്, അതേ ചേച്ചി ഒന്നുകൂടി ഒന്ന് ഭീഷണിപ്പെടുത്ത്, അല്ലാതെ നടക്കില്ല. ഇവിടെ അമ്മ കാണിക്കുന്ന ഓരോ പ്രകടനങ്ങള് ഒരു സമാധാനം കൊടുക്കില്ല അച്ഛനും ഞങ്ങൾക്കും. ഞങ്ങളെയും അച്ഛനെയാക്കിയിട്ട് ഇക്ഷാണ വരപ്പിക്കുക. ചേച്ചി ഓർത്ത് മാത്രമാ അച്ഛനൊന്നും പറയാത്തേ, അല്ലെങ്കിൽ അച്ഛൻ ശരിയാക്കിയനെ. ഞാനൊരു ഡോസ് കൊടുക്കാം അല്ലേ? അതെ, ഒരു ഡോസ് കൊടുക്കണം, അല്ലാതെ പറ്റില്ല. അങ്ങനെ പറയുന്നതാണ്. അങ്ങനെ ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞ് മനു പോകാനിറങ്ങാണ്. ഈ സമയം ബബിതയും കൃഷ്ണയും കൃഷ്ണയും അലീനയും വാതിക്കെ നിൽക്കുമ്പം പോയിട്ട് വരട്ടെ എന്ന് രണ്ടുപേരോടും ചോദിക്കുന്നുണ്ട്. നീ ഒരാഴ്ച കഴിഞ്ഞാലേ പോവുള്ളൂ, നോക്കാം, അതുകൊണ്ടൊക്കെ നമുക്കൊന്ന് കാണണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്താ ചേച്ചി സ്പെഷ്യലായിട്ടൊരു കാണല്, നീ ഇന്ന് പോടി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഭക്ഷണമെല്ലാം ടേബിളിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. അലീന നേരെ പോണത് വൈദ്യരുടെ മുറിയിലേക്കായിരിക്കും. ഡോറി മുട്ടുമ്പോൾ വൈദ്യ വാതിൽ തുറക്കുന്നുണ്ട്. ഹാൻഡിൽ പിടിച്ച് തുറന്ന് അലീന അകത്തേക്ക് കയറി വാതിൽ അടയ്ക്കാണ്. എന്താണ് നിന്റെ ഉദ്ദേശം? വീണ്ടും നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? വീണ്ടും എന്തിനാ വന്നെന്ന് മേഡത്തിന് അറിയാലോ. അച്ഛന് സുഖമില്ല, അതിന് കാരണക്കാരി ആരാ? മേഡം അല്ലേ? മേഡത്തിന് എന്തിന്റെ സ്വാക്കേടാ? ഇനിയും മേഡം ഇതുപോലെ കാണിച്ചോണ്ടിരിക്കുകയാണെങ്കിലേ സത്യങ്ങളെല്ലാം എല്ലാവരോടും ഞാൻ വെട്ടിത്തുറന്ന് പറയും. അത് കേട്ട് വൈജ ഒന്നും മിണ്ടാ നിൽക്കാണ്. മേഡം എന്ത് കരുതി? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാതെ ഞാനങ്ങ് പോയപ്പോ ഞാനങ്ങ് ഒരു പോക്ക് പോയെന്നോ? ഇല്ല, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അച്ഛനെ അങ്ങനെ വേദനിപ്പിച്ചാ ഞാൻ ആ സ്പോട്ടിലൂടെ എത്തും. അത് മാത്രമല്ല, സത്യങ്ങളെല്ലാം എല്ലാവരും വിളിച്ചു പോവുകയും ചെയ്യും. മേഡത്തിന്റെ മക്കൾ തന്നെ മേഡത്തിനെ കാർക്കിച്ച് തുപ്പും എന്ന് പറയുമ്പോ വൈജ കടെ മിണ്ടാ നിൽക്കുന്നുണ്ടേ. എങ്കിൽ പോട്ടെ, നമ്മൾ കാരണം ഒരു കുടുംബത്തിന് പ്രശ്നം വേണ്ടെന്ന് വെച്ച് ഞാൻ ഒതുങ്ങിടക്കുമ്പോൾ മേഡം എൻ്റെ തലയിൽ കയറാൻ വിചാരിച്ചോ എന്ന് ചോദിക്കാണ്. വൈജയ്ക്ക് വാക്കുകൾ പറയാനില്ല കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ട് ഡോർ തുറന്ന് കൃഷ്ണ കയറിയാണ്. എന്താ ചേച്ചി, എന്താണ് പ്രശ്നം? ഒന്നുമില്ല, പണ്ട് ആഗ്രഹല്ലേ നിന്റെ അമ്മ താമസിച്ചിരുന്നപ്പോ എന്ന് പറയുമ്പം അലീന എന്ന് വൈജ ഉറക്കെ വിളിക്കാണ്. എന്താ മേഡം, ഞാൻ പറയട്ടെ, മോളൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? മോളും മോനും എല്ലാം അറിഞ്ഞിരിക്കണം. അമ്മയുടെ പഴയ കാലം എന്തായിരുന്നെന്നും അമ്മ ആരായിരുന്നെന്നും അപ്പേ പ്രശ്നമൊക്കെ അവസാനിക്കുമല്ലോ എന്ന് പറയുമ്പോഴേക്കും വേണ്ട എന്ന് പറയാണ്. എന്താ അമ്മേ, എന്താ കാര്യമെന്ന് ഒന്നും അറിയാത്ത പോലെ കൃഷ്ണ ചോദിക്കാണ്. ഒന്നുമില്ല, നീ പുറത്തിറങ്ങിപ്പോ എന്നും പറഞ്ഞ് കൃഷ്ണയെ ഓടിച്ചുവിടുന്നുണ്ട്. കൃഷ്ണ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണേ. അലീന പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ എനിക്കധികം നേരമൊന്നും വേണ്ട. ഒരാഴ്ച ഞാനിവിടെ കാണും. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ അലീന ആരാണെന്ന് ആന്റി മേഡം അറിയും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അലീന പുറത്തേക്ക് ഇറങ്ങാൻ നേരം അച്ഛന് എന്തെങ്കിലും സംഭവിച്ചാ മേഡത്തിനെ ഞാൻ വെറുതെ വിടില്ല, അത് ഓർത്തോണം എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. വൈദ്യ ഷോക്ക് അടിച്ചതുപോലെ അവിടെ നിൽക്കുന്നുണ്ട്. അതിലങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കൃഷ്ണയോട് പറയുന്നുണ്ട്, എന്തായാലും അത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേന് ആ ഒരു പ്രശ്നം കാണില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഡോസ് കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അലീന കൃഷ്ണയും കൂടി അലീന പഴയ മുറിയിലേക്ക് ചെല്ലാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പം എൻ്റെ പായം തിലണയൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പം അതൊക്കെ പറക്കിയിട്ട് അമ്മ കത്തിച്ചോ? അതെ, ചേച്ചിയോടുള്ള ദേഷ്യത്തിന്. അത് സാരമില്ല, എങ്കിലും എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇന്നെൻ്റെ ചേച്ചി എൻ്റെ കൂടെ കിടക്കുമല്ലോ, ഈ ഒരാഴ്ച എൻ്റെ കൂടെ തന്നെ കിടക്കണം കേട്ടോ എന്ന് പറയാണ്. ബബുദേച്ചി രോഹിത്തും ഒക്കെ
സങ്കടപ്പെട്ടാ പോയത്. ചേച്ചിയോട് ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന്. സാരമില്ല, അവർക്കൊക്കെ കോളേജിൽ പോകേണ്ടതല്ലേ എന്ന് പറയാണ്. ബാബു ചേച്ചിക്ക് എന്തൊക്കെയാ മാറ്റം ഉണ്ടല്ലോ ചേച്ചി. പണ്ടത്തെ പോലെ അല്ല. പണ്ടത്തെ പോലെ എന്നോട് രോഹിത്തേനോടും വലിയ സംസാരമൊന്നുമില്ല. എപ്പോഴും ഫോണില്ല. പണ്ടുണ്ടായിരുന്ന ബാബു ചേച്ചി ഇല്ലേ, ഏകദേശം ആ മോഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. എൻ്റെ ഈശ്വര, ഒരുപാട് കഷ്ടപ്പെട്ട ബബുലിയനെ ഞാൻ ആ നിലയ്ക്ക് കൊണ്ടുവന്നത്. വീണ്ടും അവള് പഴയ അവസ്ഥയിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നത്. കാരണം പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ ഒത്തിരി മാറ്റമായി ചേച്ചി. ശരിയാ, എന്നെ ഇപ്പം ഫോൺ വിളിക്കാറൊന്നും ഇല്ല. ഞാൻ അങ്ങോട്ടേക്ക് വല്ലപ്പോഴും വിളിച്ചാലായി, അതും ധൃതിയാണെന്ന് പറഞ്ഞ് അപ്പോഴേ കട്ടാക്കും. അവൾക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, എന്തൊക്കെയോ അവൾ മറക്കുന്നുണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട്. അത് ശരിയാ ചേച്ചി പറഞ്ഞത്. ചേച്ചി ഒന്ന് അന്വേഷിക്കണേ, അല്ലെങ്കിൽ നമ്മളെ പിടിവിട്ട് പോകും എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിക്കോളാം മോള് സങ്കടപ്പെടണ്ട, കിടന്നുറങ്ങിക്കോന്ന് പറഞ്ഞ് കിടന്നുറക്കാണ്. പിറ്റേ ദിവസം രാവിലെ സെർവൻറ്റ് വന്നെങ്കിലും അലീനയാണ് എല്ലാവർക്കും ചായ വെക്കുന്നത്. ആ ചായ കൊണ്ട് നേരെ പോണത് വൈദ്യരുടെ മുറിയിലേക്കാണ്. വൈജ കഥ തുറന്ന് ആ ചായ അനുസരണയുള്ള കുട്ടിയെ പോലെ മേടിച്ച് വെക്കാണ്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അലീന മുകളിലത്തെ മുറിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നതിന് ശേഷം ആ ബാലേന്ദ്രനും ആ ഒരു ചായ കൊടുക്കാണ്. നീ വന്നപ്പോ ഈ മുറി തന്നെ എന്തൊരു ഐശ്വര്യ നോക്കിയ അലീന. ചായ മേടിച്ച് കുടിച്ചിട്ട് ആഹാ, 5-6 മാസമായി ഈ ചായ കുടിച്ചിട്ട്. ഒന്ന് പോവാച്ചായ കളിയാക്കാതെ. അല്ല, വൈജു ഒതുങ്ങിയെന്നൊക്കെ ഞാൻ കേട്ടു. നീ എന്താ പറഞ്ഞത്? പണ്ടത്തെ ആഗ്രയിലെ കാര്യമൊക്കെ പറഞ്ഞ് ഒന്ന് പേടിപ്പിച്ച് വെച്ചിരിക്കാ. മക്കളെയും ഭർത്താവിനെയൊക്കെ അറിയിക്കുമെന്ന് പറഞ്ഞു. ആളൊന്ന് പേടിച്ചിട്ടുണ്ടേ. ആണോ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡോസ് നീ കൊടുത്താൽ മതി, ഒന്നടങ്ങിക്കോളും. ഒരു സൗകര്യമില്ല അലീന, അത്രയൊക്കെ ഞങ്ങളായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. അതൊന്നും സാരല്ലച്ചാ, അതൊക്കെ മാറിക്കോളും. ഞാൻ വന്നില്ലേ, ഒരാഴ്ച ഞാൻ ഇവിടെ കാണും എന്ന് പറയുന്നുണ്ട്. മനുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയിട്ട് വേണം നീ ഇവിടുന്ന് പോകാനായിട്ട്. അച്ഛാ, പിന്നെ കൃഷ്ണമോളൊരു കാര്യം പറഞ്ഞു. ബബിത വീണ്ടും പഴയതുപോലെ ആവുകയെന്ന്. അവൾക്ക് എന്തൊക്കെയോ മാറ്റം ഉണ്ടെന്ന് കൃഷ്ണമോള് പറഞ്ഞെങ്കിൽ അത് ശരിയായിരിക്കും. അവള് കാണാത്ത കാര്യങ്ങളൊന്നും പറയില്ല. കൃഷ്ണമോള് എന്നോട് സൂചിപ്പിച്ചിരുന്നു ബബിതയ്ക്ക് പഴയതുപോലെ എന്തൊക്കെയോ മാറ്റം ഉണ്ടെന്ന്. ഹോസ്റ്റലിലൊക്കെ അല്ലച്ചാ, ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് അന്വേഷിക്കണം. ഹോസ്റ്റലിലൊക്കെ പല സൈസിലുള്ള പിള്ളേരാ. ഓർത്തർ സഭ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മുടെ മോളെ സൂക്ഷിക്കേണ്ടത് നമ്മളാ. വല്ല കെണിയിലും പോയി അവൾ പെട്ടാലോ എന്നെനിക്ക് പേടിയുണ്ട് എന്ന് പറയുമ്പോൾ സാറില്ല മോളെ, ഞാനൊന്ന് നോക്കണം, ഞാൻ അന്വേഷിക്കാമെന്ന് അലിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഒരാഴ്ച അടിച്ചു പൊളിച്ച് അവരെല്ലാവരും സന്തോഷമായിട്ട് കഴിയാണ്. മനുവും രോഹിത്തും ബബിതയും ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ലീവ് എടുത്ത് 2 ദിവസം അലിയുടെ കൂടെ നിൽക്കാൻ വേണ്ടി അവർ വരുന്നുണ്ട്. അവരും എല്ലാവരും കൂടി അടിച്ചുപൊളി സന്തോഷമായിട്ട് കറങ്ങാനൊക്കെ പോവുകയും ബീച്ചിലൊക്കെ പോവുകയും സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ അലിനെ പോകുന്ന ദിവസം എത്തിയിട്ടോ. അന്ന് വൈജയ്ക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ നമ്മുടെ കൃഷ്ണയ്ക്കും മനുവിനും ബാലേന്ദ്രനും വലിയ സങ്കടമാണ്. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് അലീന വൈജിനെ വിളിച്ചു വരുത്തിയിരുന്നു. അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. കൃഷ്ണയോട് എല്ലാം പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. അച്ഛനെ നോക്കണം, ഒരാപത്ത് വരാതെ ശ്രദ്ധിച്ചോണം. അതുപോലെ മേഡത്തിനടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞതെല്ലാം മേഡത്തിന് ഓർമ്മയുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ്. മനു ആണെങ്കിലോ അവസാനമായിട്ട് അവളൊന്ന് ഹഗ് ചെയ്തിട്ട് പറഞ്ഞയക്കാണ്. അങ്ങനെ മനുവിൻ്റെ കൈ പിടിച്ചിട്ട് യാത്ര പറഞ്ഞിട്ട് അവൾ പോകുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ട് വൈജയ്ക്ക് അത്ര പിടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അലീന വണ്ടിയിൽ കയറി പോകുമ്പം പഴയതുപോലെ യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് അവിടുന്ന് പോണത്. ചേച്ചി പോകുന്ന കാണുമ്പം കൃഷ്ണയ്ക്ക് വീണ്ടും സങ്കടമായിട്ടോ. എങ്കിലും ഇതുപോലെ ഇടയ്ക്കെങ്കിലും ഒന്ന് വന്നല്ലോ എന്ന് കരുതി അവൾ ആശ്വസിക്കുകയാണ്. കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി വന്ന് ഒരാഴ്ച എൻ്റെ കൂടെയായിരുന്നു അച്ഛാ കിടന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ചേച്ചി വീണ്ടും പോയപ്പോൾ വലിയ സങ്കടമായി. സാരല്ല മോളെ, അവൾ അങ്ങനെ നമ്മളെ വിട്ടിട്ട് പോയില്ല. ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മളെ കാണാൻ വരും, അത് ഉറപ്പാ എന്നും പറഞ്ഞ് ബാലൻ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അകത്തേക്ക് കയറിപ്പോവാണ്. അലീന ആ വിഷമത്തോട് കൂടിയിട്ട് തൻ്റെ അമ്മ തന്നെ ഇത്രയധികം വെറുക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആ വിഷമത്തോട് തന്നെ തിരികെ പോവാണ്.